വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി യേശുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തിയെന്നാണ് ചരിത്ര സാക്ഷ്യം. എന്നാൽ പേർഷ്യൻ രാജാവായിരുന്ന കൊസ്രോവാസ് ഇത് കൈയടക്കി. AD 629 ഹെരാലിയസ് ചക്രവർത്തി ഈ വിശുദ്ധ വസ്തു വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് കാത്തുസൂക്ഷിച്ചു. പിടിച്ചെടുത്ത കുരിശ് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ടാണ് ഹെറാലിയസ് ചക്രവർത്തി കാൽവരിയിലേക്ക് നീങ്ങിയത്. വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശേഷ രത്നക്കല്ലുകൾ പതിച്ച ആഭരണങ്ങളും അണിഞ്ഞാണ് ചക്രവർത്തി കുരിശ് ചുമന്നത്. കാൽവരിയുടെ കവാടത്തിലെത്തിയപ്പോൾ ഒരു അതിശയകരമായ സംഭവം ഉണ്ടായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് മുന്നോട്ട് നടക്കുവാൻ സാധിക്കുന്നില്ല. അത്ഭുതപ്പെട്ടു നിന്നിരുന്ന ചക്രവർത്തിയോട് ഈ സമയം ജെറുസലേമിൻ്റെ ബിഷപ്പായിരുന്ന സക്കറിയാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അല്ലയോ സർവാധികാരിയായ രാജാവേ, യേശുവിൻ്റെ കുരിശുയാത്രയിലെ വേഷവും അങ്ങയുടെ വിജയ ശ്രീലാളിത ആഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ചയുണ്ടെന്ന് ചിന്തിക്കുക. കാര്യം ഗ്രഹിച്ച ചക്രവർത്തി ഉടൻ തന്നെ അനുതാപസമാനമായ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു. കുരിശുദ്ധാരണ തിരുനാൾ, കുരിശുയർത്തൽ തിരുനാൾ, വിശുദ്ധ കുരിശു തിരുനാൾ, വിശുദ്ധ റോഡ് തടി തിരുനാൾ, റോഡ് തടി കുർബാന തിരുനാൾ എന്നിങ്ങനെയെല്ലാം ഈ ദിനം വിളിക്കപ്പെട്ടിരുന്നു. കുരിശിൻ്റെ പ്രാർത്ഥനാക്രമം ഒരു വിജയാഹ്ലാദത്തിൻ്റെ ആരാധനാക്രമമാണ്. പഴയ നിയമത്തിൽ മോശ മരത്തൂണിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ യേശു മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതിൻ്റെ മുൻനിഴൽ ആണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാം അവൻ്റെ കുരിശെടുത്ത് മരണത്തോളം അനുസരണയുള്ളവരായി തീരണമെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ മരണം കുരിശിലാണെങ്കിൽ പോലും അപ്പോൾ നാം കുരിശിലെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. നമ്മുടെ ദേഹവും ആത്മാവും ദൈവത്തിൽ ഉറപ്പിക്കുന്നതിനാണ് നാം പ്രാർത്ഥനയ്ക്ക് മുമ്പ് കുരിശ് വരയ്ക്കുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനാണ് നാം പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശ് വരയ്ക്കുന്നത്. പരീക്ഷയിലും പരിശോധനയിലും നമ്മുടെ ശക്തിയും രക്ഷയും ഈ കുരിശ് വരയിലാണ്. വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയും നാം ക്രിസ്തുവിൻ്റെ സ്വന്തമെന്ന് സൂചിപ്പിക്കുന്നതിനുമാണ് മാമോദിസായിൽ നാം കുരിശ് വരയാൽ മുദ്രണം ചെയ്യപ്പെടുന്നത്. കൂടെ കൂടെ നമുക്ക് കുരിശിലേക്ക് നോക്കാം. നമ്മുടെ ദേഹവും ദേഹിയും മനഃശക്തിയും ചിന്തയും എല്ലാം വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം.